ഇപ്പൊ ഞാനൊരു ചെറിയ കഥ പറയാം. 16 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച സിനിമയാണ് സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ടെററിസ്റ്റ് എന്ന് പറയുന്ന സിനിമ. 16 ലക്ഷം രൂപയാണ്. എനിക്കറിയാം, സന്തോഷ് ശിവൻ പറഞ്ഞിട്ടുണ്ട്. ജോൺ മാൽക്കോവിച്ച് ആ സിനിമ വാങ്ങിക്കുകയാണ്. അദ്ദേഹം ഈ സിനിമ ടെററിസ്റ്റ് എന്ന സിനിമ ഏറ്റെടുത്തതിന് ശേഷമാണ് അതിന് ആക്ച്വലി ഒരു ഫുൾ ഓൺ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടുന്നതും പല രാജ്യങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടുന്നതും. അങ്ങനെ എന്തെങ്കിലുമാണ് ഇനി സംഭവിക്കേണ്ടത് ആടുജീവിതം എന്ന സിനിമയ്ക്ക്. ഈ നജീബ് എന്ന് പറഞ്ഞ ആള് ഇപ്പൊ നെറ്റിൽ പറക്കുക. അപ്പൊ അതിനർത്ഥം അങ്ങനെ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ അറിയാനും ഒരുപക്ഷെ പൃഥ്വിരാജിന്റെ വേഷം കണ്ടതിന് ശേഷം കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും ആൾക്കാർ താല്പര്യം. ഏതെങ്കിലും ഒരു അറീനയിൽ ഒരാൾ ഈ സിനിമ കണ്ടിട്ട് മാൻ ദിസ് ഫിലിം ഡിസേർവ്സ് ടു ട്രാവൽ എന്ന് പറയുകയും അപ്പൊ ആൾക്കാരെ എനിക്കറിയാം ഇപ്പൊ തന്നെ ചോദ്യങ്ങൾ വരും, എന്നാ പിന്നെ അതിന്റെ ചെലവ് പൃഥ്വിരാജ് ഏറ്റെടുത്തൂടെ, അല്ലെ ബ്ലെസ്സിക്ക് ഏറ്റെടുത്തൂടെ എന്നുള്ളത്. സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, അന്യനാട്ടുകാർ, മറ്റു സംസ്കാരക്കാർ അവർക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുക മാത്രമല്ല, നമുക്കും അത് സാധ്യമാകുമെന്നും നമ്മുടെ ഒരു സിനിമ ലോക നിലവാരത്തിലേക്ക് എത്തിച്ച് ലോകത്തിന്റെ മുൻപിൽ നിവർന്നു നിൽക്കാൻ, കുടിയേറി പണിയെടുക്കാൻ കഴിയുന്ന സമൂഹം മാത്രമല്ല, ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ചില സാധനങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹം കൂടിയാണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്നോട് ഈ അടുത്തിടെ ഒരു സുഹൃത്ത്, എന്റെ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് ചോദിച്ചു, ഈ നജീബ് കള്ളത്തരം പറയുമായിരിക്കും, ഇനി ഇത്രയൊക്കെ ഇയാൾ അനുഭവിച്ച് കാണുമെന്ന് ഒരു സംശയം അദ്ദേഹത്തിന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. പുസ്തകത്തില് ഡെസർട്ട് ക്രോസിങ്ങിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു പൂരക്കാഴ്ച കണ്ടു നടക്കുന്നത് പോലെ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ, ഞങ്ങൾ ഈ സിനിമയുടെ ഏറ്റവും കോറായിട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങളെ സ്പർശിച്ചത് കാര്യം ഈ ഡെസർട്ട് ക്രോസിംഗ്. നമുക്ക് സെൻസ് ചെയ്യുന്നത് പോലെ, നമുക്ക് മനസ്സിലാവുന്നത് പോലെ ഒരു ലാറ്റിൻ അമേരിക്കക്കാരന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതിന്റെ തീം എന്ന് പറയുന്നത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഏത് മനുഷ്യനും ലോകത്തെ ഏത് കോണിലും ഒരേ തരത്തിൽ ഈ സ്ട്രഗിള് അനുഭവിക്കാൻ, അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബ്ലെസ്സിച്ചേട്ടനും എനിക്കും ഈ സിനിമയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലെങ്കിൽ സാമ്പത്തികം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി മലയാളികളോട് കടപ്പെട്ടിരിക്കുന്നു. അത് അവര് തന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ ഇത് തീരുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിനുള്ളിൽ രജനീകാന്ത് സിനിമ കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അപൂർവമായി ചിലരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്, ഒരു സിനിമയുടെ 25ാമത്തെ ദിവസം നമ്മളൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. മലയാള സിനിമയിൽ 25 ദിവസങ്ങൾ ഒരു സിനിമ പിന്നിട്ടു എന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. 100, 120, 200, 250, 365 ദിവസം വരെ പിന്നിട്ട സിനിമകളുണ്ട്. പക്ഷെ ഈ സിനിമ എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലോകത്തിന് മുന്നിൽ മലയാളത്തിന്, കേരളത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം കിട്ടിയിരിക്കുന്നു, ഒരു സൃഷ്ടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. അപ്പോൾ ഈ സിനിമ പിറന്നു വീണ മലയാളം, കേരളം ഈ സിനിമയെ ഇനി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു? ഈ സിനിമയിലൂടെ കേരള സമൂഹം മലയാളം എന്ന ഭാഷ എങ്ങനെ ലോകത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പോകുന്നു? അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം നമുക്കറിയാം. ഒരു ജീവിതം തേടി, ജീവിതം പിടിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി നാട് വിട്ടു പോകേണ്ടി വരുന്ന കോടാനുകൂടി മനുഷ്യരുടെ, അവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. ഞാൻ ഈ ലോകയാത്ര നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ ചെറുപ്പക്കാർ വരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ കേരളം മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ, മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ കപ്പലിൽ യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ മാൾട്ട പോലുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നത്, നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളിൽ പോലും യൂറോപ്പ് എന്ന ഒരു സ്വപ്ന ലോകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവൻ പണയം വെച്ച് കുടിയേറാൻ വേണ്ടി വ്യഗ്രതയോടെ കടന്നു പോകുന്ന ആളുകൾ. ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങളിൽ നിന്ന് മെക്സിക്കോ കടന്ന് വലിയ വൻമതിലും വേലിക്കെട്ടുകളും കടന്ന് അമേരിക്ക എന്ന സ്വപ്ന രാജ്യത്തേക്ക് ഒന്ന് കയറാൻ വേണ്ടി പോകുന്ന ആളുകൾ, ഇതിനിടയിൽ മരിച്ചു വീഴുന്ന നിരവധി ആളുകൾ. അപ്പോൾ ഇത്തരത്തിൽ ജീവസന്ധാരണത്തിന് വേണ്ടി വെല്ലുവിളികളെ നേരിട്ട് മരണം വരെ വരിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ പറയപ്പെടാത്ത കഥകൾ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിനിധിയായി ലോകം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള, ലോകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെ, ലോക നിലവാരമുള്ള ഒരു വിഷയം, ലോക നിലവാരമുള്ള ശൈലിയിൽ, ലോക നിലവാരമുള്ള ടെക്നോളജിയിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത് ലോകത്തിന് മുൻപിൽ ഈ കാലഘട്ടത്തിൽ മലയാളത്തിന്, മലയാളിക്ക്, കേരളത്തിന് മുന്നോട്ട് വയ്ക്കാവുന്ന ഏറ്റവും നല്ല ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റാണ്. ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ മലയാളി സമൂഹം മുന്നോട്ട് വരണം. ഇവിടുത്തെ ബുദ്ധിജീവി സമൂഹം, മാധ്യമങ്ങൾ, ഇവിടുത്തെ മറ്റ് മേഖലയിലുള്ളവരൊക്കെ മുന്നോട്ട് വന്ന് നമുക്ക് ഇതിനെ ഒരു മൂവ്മെന്റ് ആക്കി എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ചർച്ചയുടെ തുടക്കമായി ഇത് മാറട്ടെ. ഇത് കേരളം കൊണ്ട് തീരേണ്ടതല്ല,
ഇത് ഇന്ത്യയുടെ പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു ചർച്ചയായിട്ട് നമുക്കിത് മാറ്റേണ്ടതുണ്ട്. കൂടാതെ ഇത് നമുക്കറിയാം സമയബന്ധിതമാണിത്. അതായത് 3-4 വർഷം 5-6 വർഷം നമുക്കിതിനില്ല. അടുത്ത ഏതാനും നാളുകൾ കൊണ്ട് നമുക്കിതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയണം. ഇവിടെയാണ് മലയാളി, കേരളം, മലയാള സംസ്കാരം, കേരള സംസ്കാരം എന്ന വികാരം നമുക്ക് ജ്വലിപ്പിക്കേണ്ടത്. അന്യനാട്ടുകാർ, മറ്റ് സംസ്കാരക്കാർ അവർക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുക മാത്രമല്ല, നമുക്കും അത് സാധ്യമാകുമെന്നും നമ്മുടെ ഒരു സിനിമ ലോക നിലവാരത്തിലേക്ക് എത്തിച്ച് ലോകത്തിന്റെ മുൻപിൽ നിവർന്നു നിൽക്കാൻ, കുടിയേറി പണിയെടുക്കാൻ കഴിയുന്ന സമൂഹം മാത്രമല്ല, ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ചില സാധനങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹം കൂടിയാണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു അവസരമായി ഈ ആടുജീവിതത്തെ നമുക്ക് മാറ്റാം. അതിന് മുന്നിട്ടിറങ്ങിയ, അതിന് ചുക്കാൻ പിടിച്ച ബ്ലസ്സി സാറിനെയും പൃഥ്വിരാജിനെയും അദ്ദേഹത്തിന്റെ അവരുടെ ആ ടീമിനെയും എല്ലാം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഞാൻ അവർക്കെല്ലാം അഭിനന്ദനം അർപ്പിക്കുകയും കൂടെ ചെയ്യുന്നു. ഞാൻ അടുത്തതായിട്ട് ഞാൻ അടുത്ത ആളുകളിലേക്ക് കൈമാറുന്നു. ശ്രീകണ്ഠൻ സാർ. ബ്ലസ്സി ഇങ്ങനെ ഒരു സിനിമയുടെ ആശയമായിട്ട് ഇതിൻ്റെ പ്രശസ്തനായ പ്രൊഡ്യൂസറെ അപ്രോച്ച് ചെയ്യുന്ന സമയം മുതൽ ഞാനിത് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഈ ആടുജീവിതമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഒറ്റ ഇരിപ്പിന് നമ്മൾ വായിച്ചു തീർത്ത ഒരു നോവലാണ്. അതുകൊണ്ട് ഈ നോവൽ സിനിമയാക്കുന്നു ബ്ലസ്സി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയായിരിക്കും അത് സിനിമയാവുക എന്നൊക്കെ ഒരു അമ്പരപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ നിർമ്മാതാവിൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഈ നിർമ്മാതാവ് എന്നോട് ഒരിക്കലും ചോദിക്കരുത് ഈ സിനിമ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു. കാര്യം ഈ പുസ്തകം അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആ സിനിമ കാണുമ്പോഴും ആ പുസ്തകം വായിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ആ സിനിമയുടെ ഉള്ളടക്കമൊക്കെ നമ്മൾ ഒരു സിനിമ കണ്ടതിന് ശേഷം ഒന്ന് മാനസികമായിട്ട് വിലയിരുത്തുമ്പോൾ ആ സിനിമ പറയുന്ന ഒരു കാര്യം, അഥവാ ഈ മൈഗ്രേഷൻ എന്ന് സന്തോഷ് കുളങ്ങര പറഞ്ഞ കുടിയേറ്റം എന്ന് പറയുന്ന ഈ സംഭവം ഇന്റർനാഷണലി സമ്മതിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ അന്തർദേശീയ സിനിമകൾ കാണുമ്പോഴും, ഓസ്കർ കടന്നുപോയ സിനിമകൾ കാണുമ്പോഴും അന്തർദേശീയമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾക്ക് മാത്രമേ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളൂ. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ബ്ലസ്സി എടുത്തിട്ടുള്ള ഒരു സ്ട്രെയിൻ, ഇത്രയും വർഷം ഒരു 15 കൊല്ലത്തിലധികം ഒരു സിനിമയുടെ പിന്നാലെ കൂടുക, ആ സിനിമയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കമ്മിറ്റ് ചെയ്യുക, അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്നെ അതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ പൃഥ്വിരാജ് കടന്നുപോയിട്ടുള്ള യാതനകൾ. നമുക്ക് വളരെ വാത്സല്യമുള്ള ഒരാളാണ് പൃഥ്വിരാജ് പലതുകൊണ്ടും. അപ്പോൾ പക്ഷേ ഒരു നടൻ ഇത്രയും കൂടുതൽ കമ്മിറ്റഡായിട്ട് തൻ്റെ ശരീരം, തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വഴക്കിയെടുക്കുക, അത് ചെറുതാക്കുക, വലിപ്പത്തിലാക്കുക, ഇതൊക്കെ അങ്ങനെയുള്ളൊരു മാജിക് എല്ലാം പൃഥ്വിരാജ് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യയും ഞാനിവിടാണ് ഈ സിനിമ കാണാൻ പോയത്. ഞാൻ എൻ്റെ ഭാര്യയോടൊരു ചോദ്യം ചോദിച്ചു. ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് ഒരു വസ്ത്രവും ഇല്ലാതെ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, നിനക്ക് അവിടെ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ സിനിമയിലെ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഉൾക്കൊള്ളുകയും അയാൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ യാതന നിറഞ്ഞ ആ ജീവിതം തീർച്ചയായിട്ടും മലയാളി അതിനോട് പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സന്തോഷ് ജോർജൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ അതിരുകൾ മായിച്ച് ഈ സിനിമയ്ക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ഒരുപക്ഷെ നമുക്ക് പിൽക്കാലത്ത് നമ്മുടെ സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഈ സിനിമ കൊണ്ടുവരാൻ സാധ്യതയുള്ള പുരസ്കാരങ്ങളൊക്കെ വളരെ കൂടുതലാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഈ സിനിമ ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് വിദേശ നാടുകളിലേക്ക് നെറ്റ് വഴി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇതിൽ മനസ്സിലാവായി ഒന്നും ഈ സിനിമയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നോട് ഈ അടുത്തിടെ ഒരു സുഹൃത്ത്, എൻ്റെ മാധ്യമത്തിൽ ജോലി ചെയ്യുന്നൊരു സുഹൃത്ത് ചോദിച്ചു, ഈ നജീബ് കള്ളത്തരം പറയുമായിരിക്കുമോ, ഇനി ഇത്രയൊക്കെ ഇയാൾ അനുഭവിച്ച് കാണുമെന്ന് ഒരു സംശയം അദ്ദേഹത്തിന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം തോന്നുന്നു. എനിക്കൊന്ന് അദ്ദേഹം പുസ്തകം വായിച്ചിട്ടതാ എനിക്ക് തോന്നില്ല. ഞാൻ നിങ്ങൾക്കറിയുന്ന പോലെ ഈ ഫ്ലവേഴ്സ് ഒരു കൂടി എന്നുള്ള ഞാൻ ഫ്ലവേഴ്സിൽ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഈ നജീബ് വന്നിരുന്നു. അപ്പോൾ ഈ നജീബിനോട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ ചോദിച്ചു, ക്യാമറയ്ക്ക് പിന്നിലും കുറേ കാര്യങ്ങൾ ചോദിച്ചു. ആ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ആ കാലത്ത് എന്നുള്ളത്. അത് എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യം, പൃഥ്വിരാജ് ഈ ക്യാരക്ടറിലേക്ക് കയറുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, അല്ലേ, അദ്ദേഹത്തിന് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുണ്ടായി. അപ്പം ഇപ്പോൾ എന്നോട് എന്തെങ്കിലും ഒരാളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ആദ്യം സന്തോഷിച്ച് കുളങ്ങര ചെയ്തെങ്കിൽ ഞാൻ വണ്ടി പിടിച്ച് അങ്ങനെ വീട്ടിൽ പോയി ആദ്യം എന്തെങ്കിലും ചോദിച്ചറിഞ്ഞ് അങ്ങേര് മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ ഉൾക്കൊണ്ട് മടങ്ങി വരും. ഇതൊന്നും ഒരുപക്ഷെ അത് ആ സിനിമയ്ക്ക് ചിലപ്പോൾ നല്ലതായി ഭവിച്ചു എന്നല്ലേ പൃഥ്വിരാജിൻ്റെ അഭിപ്രായം എന്തോ നന്നായി എന്നാണോ തോന്നുന്നത്? സാർ പറഞ്ഞത് ശരിയാണ്. ഞാൻ നജീബ് ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിങ്ങിൽ അവസാനത്തെ ഷോട്ട് എടുത്തതിന് ശേഷമാണ് ആദ്യമായി അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ തീരുമാനം എടുത്തെന്തിനായിരുന്നു? അതെ, അതിന്റെ
നജീബൊക്കെ എല്ലാ തരത്തിലുള്ള ആക്സസും എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. കാരണം ബ്ലസ് ചേട്ടന്റെ സുഹൃത്താണ്, ബെന്നി ചേട്ടന്റെ സുഹൃത്താണ്, എല്ലാവർക്കും അറിയാം, എപ്പോൾ വേണമെങ്കിലും കാണാം. ഈ റിയൽ ലൈഫ് കഥാപാത്രങ്ങൾ നമ്മൾ തിരശ്ശീലയിലേക്ക് നമ്മൾ പകർത്തെടുക്കുമ്പോൾ, ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് രൺവീർ സിംഗ് എന്ന് പറഞ്ഞൊരു നടൻ 1983 എന്ന സിനിമയിൽ കപിൽ ദേവ് ആയി അഭിനയിച്ചു. അപ്പൊ അതിലൊരു ഇമിറ്റേഷൻ വളരെ ആവശ്യമാണ്. കാരണം ഇപ്പൊ കപിൽ ദേവ് എന്ന് പറയുന്ന ലെജൻഡറി ക്രിക്കറ്ററിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എങ്ങനെയാണ് ബോൾ ചെയ്തിരുന്നത്, എങ്ങനെയാണ് ബാറ്റ് ചെയ്തിരുന്നത്, അദ്ദേഹം എങ്ങനെ സംസാരിച്ചിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളൊരു ഇമിറ്റേഷന്റെ ലെയർ വളരെ ആവശ്യമാണ്. ഇപ്പൊ രൺവീർ കപിൽ സാറിന്റെ വീട്ടിൽ പോയി താമസിച്ച് 1-2 മാസത്തോളം രൺവീറും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ച് അദ്ദേഹം സംസാരിക്കുന്നതും ഒക്കെ കണ്ട് പഠിച്ച് അങ്ങനെ ഇംബൈബ് ചെയ്തെടുത്ത ഒരു ഓൾമോസ്റ്റ് ഒരു ഇമിറ്റേഷൻ / പെർഫോമൻസ് ആണ് ആ സിനിമയിൽ രൺവീർ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോ രൺബീർ കപൂർ സഞ്ജു എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും സഞ്ജയ് ദത്തിന്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ ഗേറ്റ്, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ അടുത്ത് നിന്ന് കണ്ട് പഠിച്ച ഒരു ഇമിറ്റേഷൻ ആണ്. അത് ആവശ്യമാണ് പെർഫോമൻസിന്. ഇപ്പൊ നജീബ് എന്ന് പറയുന്ന വ്യക്തി, ഷുക്കൂർ അഥവാ നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞു എന്നുള്ളതല്ലാതെ കേരള സമൂഹത്തിന് അങ്ങനെ വലിയ അടുത്ത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇമിറ്റേഷന്റെ ഒരു ലെയർ ഈ പെർഫോമൻസിൽ ആവശ്യമില്ല എന്നുള്ള തീരുമാനം വളരെ മുൻപ് തന്നെ ബ്ലസ് ചേട്ടനും ഞാനും ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടായതിൽ പിന്നെ ആസ് എൻ ആക്ടർ എന്റെ കർത്തവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ബ്ലസ്സി ചേട്ടൻ തിരക്കഥയിൽ സൃഷ്ടിച്ചിരിക്കുന്ന നജീബിനെ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ബ്ലസ് ചേട്ടനും നജീബും യഥാർത്ഥ നജീബും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് സമാനതകളും ഉണ്ട്, പക്ഷെ എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട്. ബ്ലസ് ചേട്ടന്റെ നജീബും ബെന്നി ചേട്ടന്റെ നജീബും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ബെന്നി ചേട്ടൻ ആടുജീവിതം എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നജീബും ബ്ലസ് ചേട്ടൻ നജീബും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ബെന്നി ചേട്ടന്റെ നജീബും യഥാർത്ഥ നജീബും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് ഓരോ ജനറേഷൻ ഓഫ് ട്രാൻസ്ഫറൻസിലും നജീബ് ഇങ്ങനെ ഇവോൾവ് ആയി. അപ്പൊ ഞാൻ ഏത് നജീബിനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബ്ലസ് ചേട്ടൻ നജീബിനാണ് ഞാൻ ശരിക്കും സൃഷ്ടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനൊരു അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു, പിന്നെ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അനുഭവങ്ങളെ കുറിച്ചാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ, അതെല്ലാം എക്സ്ട്രീംലി വെൽ ഡോക്യുമെന്റഡ് ആണ് ബെന്നി ചേട്ടന്റെ കയ്യിലും ബ്ലസ് ചേട്ടന്റെ കയ്യിലും. ബെന്നി ചേട്ടൻ ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ബ്ലസ് ചേട്ടൻ ഈ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ നജീബിനെ കുറിച്ച് ബ്ലസ് ചേട്ടൻ ഇമാജിനേഷനിലും ഉണ്ട്. അതെല്ലാം എനിക്ക് പകർന്നു തന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതൊരു ഇത്തരം ഒരു തീരുമാനം എടുത്തത്. ഞാൻ ഇപ്പൊ JC ഡാനിലായിട്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ നക്സൽ ജോസഫായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ ഈ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഒട്ടനവധി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു നടനാണ്. ഇവരാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടും ഇവരെ കുറിച്ചൊന്നും നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ അങ്ങനെ കൃത്യമായ ഒരു പിക്ചർ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടും ഒരു പെർട്ടിക്കുലർ അയാളെ തന്നെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ദൗത്യമായിരുന്നില്ല എന്റേത്. അത് തന്നെയായിരുന്നു ഈ സിനിമയിലും അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു പഠിച്ച് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല. പക്ഷെ അന്ന് ഇപ്പൊ യൂട്യൂബിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു കോൺവെർസേഷൻ ഇപ്പൊ യൂട്യൂബിലുണ്ട്. അപ്പൊ അത് ആ കോൺവെർസേഷന് മുൻപും അത് ഒരുപാട് അന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അപ്പൊ ഏറ്റവും ഒരു പ്രൊഫൗണ്ട് ഒരു ആർട്ടിസ്റ്റ് റിയൽ ലൈഫ് വ്യക്തി തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് അന്ന് ഞാൻ കുറെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ചേട്ടാ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് എനിക്കറിയാം. അപ്പൊ അന്ന് എന്താണ് ശരിക്കും ചേട്ടന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ. അത് ഈ എല്ലാ ആക്ടേഴ്സിനും ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു 100-300 ആൾക്കാരുടെ ക്രൂ നിൽക്കുമ്പോഴും 10-20 ലൈറ്റുകൾ നമുക്കും നമ്മുടെ മുകളിലേക്ക് അടിക്കുമ്പോഴും ക്യാമറാമാൻ ഡയറക്ടറൊക്കെ ഉണ്ടെങ്കിലും റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറിന് ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും. നമ്മൾ ആ ഏകാന്തതയിലാണ് നമ്മൾ ഒരു പെർഫോമൻസ് വരുന്നത്. ആ സോളിറ്റ്യൂഡിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഇമോഷൻസ്, മെമ്മറീസ്, ലൈഫ് എക്സ്പീരിയൻസസ് എല്ലാം വളരെ എനിക്ക് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അപ്പോൾ എൻ്റെ പെർഫോമൻസ് കറക്റ്റ് താളത്തിലായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ അങ്ങനെ ഗൈഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അല്ലാതെ അദ്ദേഹത്തെ കാണണ്ടാന്ന് തീരുമാനിച്ചത് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ സിനിമ എനിക്കൊന്ന് വന്നു കഴിഞ്ഞിട്ടും എനിക്കൊന്ന് പൃഥ്വിരാജ് സംസാരിച്ച ഇന്റർവ്യൂ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് ഈ നജീബ് എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ നെറ്റിൽ പറക്കുക. അപ്പോൾ അതിനർത്ഥം അങ്ങനെ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ അറിയാനും ഒരുപക്ഷെ പൃഥ്വിരാജിൻ്റെ വേഷം കണ്ടതിന് ശേഷം കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ആൾക്കാർ താല്പര്യം. അപ്പോൾ ഈ സിനിമ നമ്മുടെ പ്രേക്ഷകരിലും ഇന്റർനെറ്റിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൗതുകം, ഒരു അത്ഭുതം, ഒരു വിസ്മയം. നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളിൽ ഉയരങ്ങളിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ കണ്ടെത്തുന്നത് പോലെ ഒരുപാട് മലയാളികൾ ഇരിപ്പുണ്ട്.
അതായത് സമൂഹത്തിലെ ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സ് നമ്മൾ പറയുന്ന അഭിപ്രായം രൂപീകരിക്കാൻ കഴിയുന്ന ഇൻ്റർനാഷണൽ മലയാളികൾ ഒരുപാടുണ്ട്. അമേരിക്ക പോലുള്ള നാടുകളിൽ ഒത്തിരി ഉണ്ട്. തീർച്ചയായിട്ടും ഓസ്കർ പുരസ്കാരത്തിനൊക്കെ പരിഗണിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു അന്തർദേശീയ സിനിമ തന്നെയാണ്. അപ്പോൾ ബ്ലെസ്സി എനിക്ക് തോന്നുന്നു ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. AR റഹ്മാനെ പോലെ ഒരാൾ ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ നിൽക്കുക, അതുപോലെ ഇതിൻ്റെ ശബ്ദം ഒരു ഇന്ദ്രജാലമാക്കി മാറ്റുക, ഇതൊക്കെ ചെയ്തെല്ലാം ഓസ്കർ അവാർഡ് വിന്നേഴ്സ് ആയിട്ടുള്ള റസൂൽ പൂക്കുട്ടിയെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ സിനിമയ്ക്കൊരു ഇൻ്റർനാഷണൽ ടച്ച് ഇപ്പം തന്നെ ഉണ്ട്. പിന്നെ ഈ സിനിമ സ്ക്രീനിൽ കാണുന്ന ഒരാളിന് തന്നെ ഈ സിനിമ ഒരു പ്രാദേശികമായ ഒരു മലയാള ഭാഷയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച സിനിമയല്ലെന്ന് ആ സിനിമയുടെ ആദ്യം മുതൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഈ സിനിമ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾ മറ്റുള്ള ഭാഷക്കാർ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഈ സിനിമ സഞ്ചരിക്കേണ്ട വഴികളെക്കുറിച്ച് ഇതിലെ അഭിനേതാക്കൾക്കും ഇതിൻ്റെ ഡയറക്ടേഴ്സിനും ഒക്കെ വ്യക്തമായ ധാരണയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ആ വഴിയിൽ പോയി ഈ സിനിമ വലിയ അംഗീകാരങ്ങൾ നേടട്ടെ എന്ന് മാത്രം ആശംസിക്കാം. അതുപോലെ എന്നെപ്പോലൊരു പരിമിതമായ ചുറ്റുപാടിൽ കഴിയുന്നൊരു മാധ്യമപ്രവർത്തകന് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാനൊക്കെ ഉണ്ടാവും ഈ സിനിമയുടെ കൂടെ നടക്കാൻ. താങ്ക് യു. രാജുവിനോടും ബ്ലെസ്സിനോടും ചോദിക്കാനുള്ളത്, മലയാളത്തിലെ കുറേ ഇതിഹാസ നോവലുകളും കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ആടുജീവിതം എന്നൊരിത് എങ്ങനെയാണ് ബ്ലെസ്സി ചേട്ടൻ്റെ മനസ്സിൽ അതൊരു സിനിമയായിട്ട് രൂപപ്പെട്ടത്? ആ സമയത്ത് രാജുവേട്ടനോട് കൂടെ ഉള്ളതാണ്, ആ സമയത്ത് ഈ പറഞ്ഞ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ചിന്തിച്ചിരുന്നു? തൊഴിൽ തർക്കം, ഒരു കുടിയേറ്റം തുടങ്ങിയ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമ്മളെ മലയാളത്തിൽ ഒരു കഥയിലൂടെ പറഞ്ഞു തീർക്കാമെന്ന് ആ സമയത്ത് ചിന്ത വന്നിരുന്നു? ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ദൃശ്യ സാധ്യതയാണ്, ഒരു സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ദൃശ്യ സാധ്യതയാണ്. അപ്പം അത് ഏറെ സമ്പന്നമായിരിക്കുന്ന ഒരു വലിയ ഒരു ഭൂമികയിൽ നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നത്, ഈ കഥ പറയുന്നത്. രണ്ടാമത്തെ വിഷയം, ഇത് പറയുന്ന കഥ ലോകമെമ്പാടും സംസാരിക്കപ്പെടേണ്ടിയ അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടേണ്ടിയ ഭാഷയ്ക്കപ്പുറമായിട്ട് ഒരു ലാംഗ്വേജ് ഇല്ലാതെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ കൂടെ യാത്ര ചെയ്യേണ്ടിയാണ് എന്നുള്ളതാണ് ഇതിനെ യൂണിവേഴ്സലാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു വലിയൊരു ഭാരിച്ച അധ്വാനം ആവശ്യമാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ഇത് എത്തപ്പെടേണ്ടിയ അത്തരത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് AR റഹ്മാൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു മലയാള സിനിമ ചെയ്യുമ്പോൾ ഒരു ഓസ്കാർ വിന്നറായ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു മ്യൂസിഷ്യൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, റസൂൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഇതിലെ എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും എന്ന് വെച്ചാൽ ഏറ്റവും ഇന്ത്യയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രോഡക്റ്റായിട്ട് മാറുക, സിനിമയായിട്ട് മാറുക എന്നുള്ളത്, ആ സിനിമ അത്രയധികം സംസാരിക്കാൻ കെൽപ്പുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇതിൻ്റെ വെരി ബിഗിനിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. രാജുവേട്ടനും ആ കഥ വായിച്ചതിനപ്പുറം നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ച് തന്നെ നമുക്കത് ഒരു പ്രൊഡക്റ്റായിട്ട് വിദേശത്ത് ഒരു ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അന്നേ തോന്നിയിരുന്നു. ഈ 2009 ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോഴേ ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു തീമാറ്റിക് ബാക്കിംഗ് ഉള്ള സിനിമയാണെന്നുള്ളൊരു തിരിച്ചറിവ് ബ്ലെസ്സി ചേട്ടനും എനിക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. സിനിമയിലെ പുസ്തകവും ആ കഥയും ആ ജീവിതവും അങ്ങനെയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു പലപ്പോഴും ഡിസ്കഷൻസിൽ നമ്മൾ മിസ്സായി പോകുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആടുജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഡിസ്കഷനിലേക്ക് വരുന്നത് മൈഗ്രേഷനെ കുറിച്ചാണ്. കുടിയേറ്റം, അല്ലെങ്കിൽ നമ്മൾ ഒരു ബെറ്റർ ലൈഫ് തേടി മറ്റൊരു രാജ്യത്തിൽ പോവുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോവുക എന്ന് പറയുന്നത്. അതിലും യൂണിവേഴ്സലാണ് അതിന് പുറകിലുള്ള ദ ബ്രോഡർ പെർസ്പെക്റ്റീവ്. ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ റീസൺ സോഷ്യലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും ഇക്കോണമിക്കലി ആണെങ്കിലും ഇപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ഘടകങ്ങളിലാണെങ്കിലും സെഗ്രിഗേഷനാണ് മൈഗ്രേഷന്റെ കാരണമാകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിന്റെ സമ്പദ്ഘടന, ചില പ്രദേശങ്ങൾ കുറച്ചുകൂടെ നല്ല സാമ്പത്തിക ശേഷിയുള്ള സമ്പദ്ഘടനയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ മനുഷ്യർക്ക് എപ്പോഴും ഒരു ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹമുണ്ടാവും. ഒട്ടും പൊളിറ്റിക്കലി പീസ്ഫുൾ അല്ലാത്ത നമുക്കൊരു സസ്റ്റനൻസ് ഗ്യാരണ്ടീഡ് അല്ലാത്ത ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സമാധാനപരമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി അവിടെ ജീവിക്കാം എന്ന് ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ. അപ്പോൾ എന്താണ് ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്? ഇത്രയും വലിയൊരു ലോകമുള്ളപ്പോൾ അവിടെ ചില സ്ഥലങ്ങളിലാണ് ഇക്കോണമിക്കലി ബെറ്റർ, പൊളിറ്റിക്കലി ബെറ്റർ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ സ്ഥിതിഗതികൾ കുറച്ചുകൂടെ ബെറ്റർ ആകുന്നത്. ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്
ഇൻഫാക്ട് ഈ സിനിമ കൺസീവ് ചെയ്യപ്പെട്ട 2009 എന്ന കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ ഇന്ന് പ്രസക്തമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ജനറൽ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ഇവിടെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ലോകത്തിന്റെ പലയിടങ്ങളിൽ ബോർഡേഴ്സ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അന്യരെ എങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാതെ ഇരിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ തീവ്രമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് 100 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് വിസ ഇല്ല ഈ ലോകത്ത്. ആർക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അവിടെ നിന്ന് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഒരു മൈക്രോകോസമായ 100 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഹൗ ഡു വി പ്രൊട്ടക്ട് അവർ ബോർഡേഴ്സ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭരണ വ്യവസ്ഥിതികളുടെയും ഒരു പ്രയോറിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ സെഗ്രിഗേഷൻ ആണ് മൈഗ്രേഷന്റെ റീസൺ. അത് ഇന്ന് എക്സ്ട്രീംലി റെലവെന്റ് ആയ, എക്സ്ട്രീംലി ഇന്ന് ടുഡേസ് പ്രോബ്ലമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ മൈഗ്രേഷനും, ആ മൈഗ്രേഷന്റെ ഒരു സ്റ്റാർക്ക് റിമൈൻഡർ, അതിലെ ഒരു പെർസ്പെക്റ്റീവിന്റെ ഒരു സ്റ്റാർക്ക് റിമൈൻഡർ ആണ് നജീബിന്റെ കഥയും ആടുജീവിതം എന്ന് പറയുന്ന സിനിമയും. അപ്പൊ അത് ട്രൂലി ഗ്ലോബൽ ആണ് എന്നും ലോകത്തിലെ ഏത് പ്രദേശത്ത് പോയി നമ്മൾ ഈ സിനിമ കാണിച്ചാലും ഇത് സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഈ കഥ ഇമ്പാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ട്രൂലി ഒരു ഭാഷയ്ക്കും പ്രദേശത്തിനും ഒക്കെ അതീതമാണ് എന്നുള്ളതും ഈ സിനിമയുടെ വലിയ ക്വാളിറ്റീസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇന്നെന്നല്ല, 2009 തന്നെ. അന്ന് തന്നെ പ്ലസ് ചേട്ടന്റെയും എന്റെയും ആഗ്രഹം, എന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂസ് ആടുജീവിതത്തിനെ കുറിച്ച് എടുത്ത് നോക്കിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അന്നേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്നും ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാക്കാനാണ് ഞങ്ങളുടെ ശ്രമം എന്നാണ് ഞാൻ അന്നേ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇപ്പൊ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഓടി ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണെങ്കിൽ ഇത്ര വലിയൊരു എഫേർട്ടിന്റെയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ടെക്നീഷ്യൻസിനെ അവരുടെ ശമ്പളം കൊടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതിന്റെ അതൊന്നും ഒരു പ്രയോറിറ്റി ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഈ സിനിമ ചെയ്യുമ്പോൾ ഇതിന്റെ ബെസ്റ്റ് പോസിബിൾ വേർഷൻ ചെയ്യണം എന്ന ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു പ്ലസ് ചേട്ടന്റെ. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും പൈസ മുടക്കി ഇത്രയും എഫേർട്ട് എടുത്ത് ഈ സിനിമ ഉണ്ടാകുന്നത്. ആൻഡ് ഐ എം റിയലി പ്രൗഡ്. ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് ആ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ മറ്റൊരു നടനാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് പോലെ അന്ന് ഞാൻ പോയേനെ. ഐ വുഡ് ഹാവ് ബീൻ ദെയർ. കാരണം ഇത് എന്റെ സിനിമ, പ്ലസ് ചേട്ടന്റെ സിനിമ എന്നുള്ളതിൽ നിന്നൊക്കെ വളർന്നു കഴിഞ്ഞു. ആൻഡ് ഇൻ ഓൾ ഓണസ്റ്റി ഇപ്പൊ നമ്മൾ എല്ലാവരും ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടേണ്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കിട്ടേണ്ട സ്വപ്നതുല്യമായ ഒരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതിന്റെ കാരണം ആടുജീവിതത്തിന്റെ കളക്ഷൻ പോലെ എങ്ങനെയെങ്കിലും കളക്ഷൻ കൂടണം എന്നതിന് വേണ്ടിയല്ല നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്, അല്ലേ? വി ആർ ഓൾ ഹിയർ ഫോർ എ ഗ്രേറ്റർ കോസ്. അപ്പൊ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് ഐ ഹോപ്പ് ദ ഫിലിം അച്ചീവ്സ് ഇറ്റ്സ് ട്രൂ പൊട്ടൻഷ്യൽ. അതിന്റെ ട്രൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പലപ്പോഴും നമുക്കിവിടെ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല എങ്ങനെയാണ് ആടുജീവിതം, ഇപ്പം ഇന്ത്യയിൽ എല്ലാവരും ആടുജീവിതം കണ്ടു. വേൾഡ് പെർസ്പെക്റ്റീവിലേക്ക് അത് ഇറക്കുകയാണെങ്കിൽ മറ്റു ഭാഷകൾ, ഇന്ത്യക്ക് അപ്പുറത്തും മറ്റു ഭാഷകളിലേക്ക് ആളുകൾ ഇത് കാണണമെങ്കിൽ ഡൗട്ടാണ്. എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഈ സിനിമയെ ഇന്ത്യക്ക് പുറത്തേക്ക് വലിയൊരു വേദിയിലേക്ക് എത്തിക്കാനുള്ള കടമ്പകൾ എന്തൊക്കെയാണ് എന്നതാണ് അറിയേണ്ടത്. ഇപ്പൊ ഞാനൊരു ചെറിയ കഥ പറയാം. 16 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച സിനിമയാണ് സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ടെററിസ്റ്റ് എന്ന് പറയുന്ന സിനിമ. 16 ലക്ഷം രൂപയാണ്. എനിക്കറിയാം, സന്തോഷ് പറഞ്ഞിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഫിലിമാണ്, കണ്ടിട്ടൊന്നും അറിയില്ല. വളരെ മനോഹരമായ സിനിമയാണ്. അപ്പൊ ഈ സിനിമ അന്ന് നിർമ്മിച്ചിട്ട് ഇത് അവിടെ ഇവിടെ ചെറിയ ചില ഫിലിം ഫെസ്റ്റിവൽസിൽ കാണിക്കുന്നു, ചില സെലക്ടഡ് ആൾക്കാർക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ US എവിടെയോ ഈ സിനിമ കാണിച്ച ഒരു പ്രദർശനത്തിൽ ജോൺ മാൽക്കോവിച്ച് എന്ന് പറയുന്ന നടൻ അന്ന് ആ ഷോയിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് സന്തോഷ് ശിവന്റെ അടുത്ത് യു ഹാവ് മെയ്ഡ് എ ട്രൂലി ഇന്റർനാഷണൽ ഫിലിം, ഇത് ഇങ്ങനൊന്നുമല്ല എന്ന് പറഞ്ഞ് ജോൺ മാൽക്കോവിച്ച് ആ സിനിമ വാങ്ങിക്കുകയായിരുന്നു. ഇത് നിങ്ങൾ ടെററിസ്റ്റിന്റെ ബ്ലൂറേയോ DVD എടുക്കുകയാണെങ്കിൽ ജോൺ മാൽക്കോവിച്ച് പ്രസൻസ് എന്ന് മുകളിലുണ്ട്. അദ്ദേഹം ഈ സിനിമ ടെററിസ്റ്റ് എന്ന സിനിമ ഏറ്റെടുത്തതിന് ശേഷമാണ് അതിന് ആക്ച്വലി ഒരു ഫുൾ ഓൺ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടുന്നതും പല രാജ്യങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടുന്നതും. അങ്ങനെ എന്തെങ്കിലുമാണ് ഇനി സംഭവിക്കേണ്ടത് ആടുജീവിതം എന്ന സിനിമയ്ക്ക്. അതാണ് ഇതിന്റെ അടുത്തൊരു പ്ലസ് ചേട്ടനും ഞാനും കിടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ കാണുന്ന സ്വപ്നം അതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അറീനയിൽ ഒരാൾ ഈ സിനിമ കണ്ടിട്ട് മാൻ ദിസ് ഫിലിം ഡിസേർവ്സ് ടു ട്രാവൽ എന്ന് പറയുകയും അപ്പൊ ആൾക്കാരെ എനിക്കറിയാം ഇപ്പൊ തന്നെ ചോദ്യങ്ങൾ വരും, എന്നാ പിന്നെ അതിന്റെ ചെലവ് പൃഥ്വിരാജ് ഏറ്റെടുത്തൂടെ, അല്ലെ ബ്ലസ്സിക്ക് അങ്ങ് ഏറ്റെടുത്തൂടെ എന്നുള്ളത്. സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, ആക്ച്വലി പൈസ എന്നുള്ളത് മാത്രമാണെങ്കിൽ ഒരു പക്ഷെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഈ സിനിമയോട് അത്രയും സ്നേഹമുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും.
അതിനൊരു പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു അറിവ് വേണം. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു ബാക്കപ്പ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, പിടിപാട് വേണം എന്ന്. എക്സാക്ട്ലി. എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ സത്യമായിട്ടും അന്നൊരു ആടുജീവിതം ഉണ്ടായാൽ ഞാനത് ചെയ്യും കേട്ടോ, 100%. വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സിനിമ വന്നതിന് ശേഷം സംസാരിക്കുന്നു എന്ന നിലയ്ക്കല്ല, ആടുജീവിതം എന്ന ടൈറ്റിൽ ഒരുപാട് നിലയിൽ കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആടുജീവിതം എന്ന നോവൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ഓർക്കുന്നത്, പെട്ടെന്ന് അത് ആളുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഘട്ടം എത്തിയ സന്ദർഭത്തിൽ ആടുജീവിതം വായിച്ചവരും വായിക്കാത്തവരുമായി കേരളം മാറി എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ അത്രയധികം സ്വീകാര്യത നോവലിന് വരികയും ഇന്നിപ്പോ ആടുജീവിതം കണ്ടവരും കാണാത്തവരുമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു എസെൻഷ്യാലിറ്റി ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കുക, ഒരു പുസ്തകത്തിന് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. അപ്പൊ ആടുജീവിതം അന്നൊരു ആ പുസ്തകം ഇറങ്ങിയ സമയത്ത് ഒരു ചെറിയ പുസ്തകമായിട്ട് ഗ്രീൻ ബുക്സ് ഇറക്കിയതാണ്. എന്ന് വെച്ചാൽ അന്ന് അതിന്റെ പിക്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ച് പേജസ് മാത്രമാണ്. വളരെ ചെറിയൊരു എഫേർട്ട് എടുത്തിട്ട് ആടുജീവിതം എന്നൊരു സിനിമ അതേ നിലയ്ക്ക്, അത് ഇത്ര ചെറുതാണല്ലോ, അല്ലെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ, ഒരു കഥാപാത്രത്തെ കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊരു സിനിമയാക്കാമല്ലോ എന്ന തോന്നലിലേക്ക് എങ്ങാനും പോയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുമായിരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിനുവേണ്ടി ശ്രീ ബ്ലസ്സിയും ശ്രീ പൃഥ്വിരാജും എടുത്ത ആ എഫേർട്ട്, അത് മലയാള സിനിമ അത് എന്താ പറയാ, അത് വണങ്ങേണ്ടതാണ് എന്ന് ഞാൻ പറയും. കാരണം അത്രയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളത് ആ സിനിമയുടെ ഓരോ ഫ്രെയിമിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ആ പ്രയാസവും ഒരുപക്ഷെ നജീബ് അനുഭവിച്ച കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന അത് പൂർത്തീകരിക്കുന്ന വേളയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു തൊണ്ട വരളുന്നത് പോലത്തെ ഒരു അനുഭവമാണ്. വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള ഒരു അനുഭവം ലോകത്ത് ആർക്കും തോന്നാം. കാരണം അതിൽ ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. ഒരു മലയാളിക്ക് മാത്രം കണ്ടാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് മാത്രം കണ്ടാൽ മനസ്സിലാവുന്ന ഒന്നല്ല. ഈ കുടിയേറ്റമാവട്ടെ, പ്രതീക്ഷയാവട്ടെ, സർവൈവൽ ആവട്ടെ, ഇത് ലോകത്തെല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഈ സഹനം എന്ന് പറയുന്നത് ഏത് മനുഷ്യനും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതൊരു മലയാളം സിനിമ എന്നുള്ളത് ഈ കാര്യത്തിൽ ഒരു പരിമിതിയേ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അത് ഒരു സ്പാനിഷ് ഭാഷയിലേക്ക് മാറ്റിയാൽ, അതിന് സബ് ടൈറ്റിൽ കൊടുത്താൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ, ഇവിടുത്തെ ഒരു തമാശയാണെങ്കിൽ അത് നമുക്ക് സെൻസ് ചെയ്യുന്നത് പോലെ, നമുക്ക് മനസ്സിലാവുന്നത് പോലെ ഒരു ലാറ്റിൻ അമേരിക്കക്കാരന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് കൾച്ചറലി, ട്രഡീഷണലി നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വേറൊരു നാട്ടുകാരന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല, അത് മലയാളിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിന്റെ തീം എന്ന് പറയുന്നത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഏത് മനുഷ്യനും ലോകത്തെ ഏത് കോണിലും ഒരേ തരത്തിൽ ഈ സ്ട്രഗിള് അനുഭവിക്കാൻ, അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരു ഗ്ലോബൽ വേദിയിലേക്ക് എന്തായാലും വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഇപ്പൊ ഞാൻ ഇത്തരം സിനിമകൾ പല ഭാഷയിൽ, ഇന്നിപ്പോൾ ആഫ്രിക്കൻ, അതല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ, അതല്ലെങ്കിൽ ഇറാൻ, ഇവിടെ നിങ്ങളിലൊക്കെയുള്ള സിനിമ കണ്ടിട്ടുള്ളത് ഫെസ്റ്റിവലുകളിലാണ്. നമ്മൾ ഫെസ്റ്റിവലുകളിൽ പോകുമ്പോൾ ആ ഫെസ്റ്റിവൽ ബുക്ക് നോക്കി, അതല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം അറിഞ്ഞ് നമ്മളൊരു സിനിമ കാണുന്നു, ആ സിനിമ നമ്മൾ അനുഭവിക്കുകയാണ്, ആ അനുഭവ തലം നമുക്ക് ലഭ്യമാവുകയാണ്. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചും വിവിധ ഫെസ്റ്റിവലുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഓഡിയൻസ് അവരവരുടെ നാടുകളിലേക്ക് അതിന് കൊണ്ടുപോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്ന കാലത്ത് ചില സിനിമകൾ കാണുമ്പോൾ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എത്രമാത്രം കഴിയുന്നു അതിന്റെ പരിസരം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ സിനിമ കാണുന്നു. ആ സിനിമ കണ്ടതിന് ശേഷം ഭീമാപ്പള്ളിയിൽ പോയിട്ട് അതിന്റെ CD ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 10-12 കൊല്ലം മുമ്പ്. ഈ സിനിമയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിജീവനത്തിന്റെ ലാംഗ്വേജ് ആണ്. ഇതൊരു ഗ്ലോബൽ തീമാണ് എന്നുള്ളത് കൊണ്ട് ഇതിനോടകം തന്നെ ഈ സിനിമ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള സിനിമയായിട്ട് മാറി എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെ പറ്റിയും ഇതിന്റെ തുടർന്നുള്ള കാര്യത്തെ പറ്റിയും തോന്നുന്ന ഒരു കാര്യം. പിന്നെ എനിക്ക് അതിനകത്ത് ബ്ലസ് സാറോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ആടുജീവിതം മലയാളികൾ എല്ലാവരും വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും വായിച്ചിട്ടുള്ള, അവർ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം ചാലഞ്ചിങ് ആണ്, ഒന്നാമത്തെ കാര്യം. 2, ഇതിന്റെ കഥ എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഇതില് ട്വിസ്റ്റ് ഒന്നുമില്ല. സാധാരണ സിനിമ എപ്പോഴും സസ്പെൻസ്, ട്വിസ്റ്റ്, അടുത്തത് എന്ത് നടക്കുമെന്നുള്ള ആകാംക്ഷയാണല്ലോ സിനിമയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് പക്ഷേ നജീബിന്റെ സർവൈവൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 ഘടകങ്ങൾ ഇത് സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഈ പുസ്തകം വായിച്ചപ്പോൾ, ഇത് സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ വായിച്ച
വായിച്ചു കൂട്ടി സിനിമയായി മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അഭിലാഷിൻ്റെ മനസ്സിലുള്ള ഒരു ഡെസേർട്ടിനോടെങ്കിലും ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദൃശ്യത്തിനെ എത്രത്തോളം നിങ്ങളുമായി ചേർത്ത് വയ്ക്കാൻ കഴിയണമെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ചലഞ്ചായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം അതേ രീതിയിൽ തന്നെ പകർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ സമഗ്രമായ ജോലിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് അത് ഇനിയും ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയങ്ങളാണ്. കാരണം ഒരു 43 ചാപ്റ്ററിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ സംഭവങ്ങൾ ഒരു 3 മണിക്കൂറിനുള്ളിൽ ആക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നമ്മളിതൊരു വലിയൊരു റിസർച്ചിലേക്ക് നമ്മൾ പോകുമ്പോൾ ജീവൻ്റെ റിയൽ സ്റ്റോറി ബെന്യാമിൻ ഭാവനയിൽ ചേർക്കുന്നു, അതൊരു നോവലാകുന്നു, അതൊരു മറ്റൊരു സിനിമയുടെ വേർഷനിലേക്ക് സിനിമയ്ക്ക് കുറേ അധികം സാധ്യത, ഒരു യഥാർത്ഥ അനുഭവം റിയലിസ്റ്റിക് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഒരു വടിയുടെ നിഴല് പോലും ഇല്ലാത്ത ഇടമെന്നൊക്കെയാണ് ബെന്യാമിൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിഴലില്ലാത്ത ഒരു വെളിച്ചമില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ ഞങ്ങളും പുസ്തകത്തിലില്ലാത്തതാണ്. ബന്ധുക്കളുടെ കൾച്ചർ, അങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്നത്, അവരുടെ പാട്ടുകളെ, കാര്യങ്ങൾ, അവരുടെ രീതികളെ, സ്വഭാവങ്ങളെ ഒക്കെ എന്ന് വെച്ചാൽ പുസ്തകത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ ഈ ഡീറ്റെയിലിംഗ് ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിലുള്ള ഈ പുസ്തകവുമായി വരുന്ന ആൾക്കാരുടെ ആദ്യം തന്നെ പുസ്തകം മടക്കി വെക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു നറേഷൻ്റെ രീതി തന്നെ തുടക്കത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ലോകത്തിലുള്ള എല്ലാ ഇപ്പം മാക്ബത്ത് പോലുള്ള സിനിമകൾ, പുസ്തകം, സാഹിത്യം പല രീതിയിൽ പ്രൊഫസർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സിനിമയാക്കിയിട്ടുണ്ട്. അവരെല്ലാം അവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അഡോപ്റ്റഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതല്ലാത്തതാണ് നമുക്കിപ്പോൾ നമ്മളൊരു പരാജയത്തിലേക്ക് പോകാം. പുതിയൊരു അനുഭവം ഏറ്റവും ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിൽ ഡെസേർട്ട് ക്രോസിങ്ങിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു പൂരക്കാഴ്ച കണ്ടു നടക്കുന്നത് പോലെ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഈ സിനിമയുടെ ഏറ്റവും കോറായിട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങളെ സ്പർശിച്ചത് കാര്യം ഈ ഡെസേർട്ട് ക്രോസിങ്ങാണ്. അതാണ് ഏറ്റവും അധികം ഞങ്ങൾക്കും കോൺഫിഡൻസ് തന്നിരുന്നത്. എന്നുവെച്ചാൽ ഇത് വായിച്ച ആളുടെ മനസ്സിലില്ല, വായനാനുഭവത്തിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് കൂടുതൽ ഏതാണ്ട് ഒരു 45 മിനിറ്റ്സിന് മേലെയാണ് ഡെസേർട്ട് എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ സിനിമയുടെ ഭാഷ സംസാരിക്കണമെന്ന് വളരെ തുടക്കം മുതലേ സ്ക്രീൻ പ്ലേയിൽ ആലോചിച്ച് എനിക്കൊന്നും ഡെസേർട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ കഷ്ടപ്പാടാണ് ഇതെങ്ങനെ സ്ക്രിപ്റ്റാക്കുക എന്നുള്ളതിൻ്റെ. നമ്മൾ കേരള സമൂഹം, മലയാളി സമൂഹം, മാധ്യമ സമൂഹം, സാംസ്കാരിക സമൂഹം ഒക്കെ ഈ ഒരു മനോഹര ദൃശ്യ പരിപാടി അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ, ഞാൻ പ്രോഡക്റ്റ് എന്ന വാക്ക് തന്നെ പറയുകയാണ്, ലോകത്തിൻ്റെ മാർക്കറ്റിലേക്ക് പോകേണ്ട ഒരു പ്രോഡക്റ്റാണ്. ഒപ്പം ഇതൊരു കലാസൃഷ്ടി തന്നെയാണ്. ഇതെങ്ങനെയാണ് കേരള സമൂഹം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി തിയേറ്ററിക്കലി ഇതിനെന്ത് സംഭവിക്കണം അല്ലെങ്കിൽ എന്ത് കിട്ടണം എന്നുള്ളത് നമ്മൾ വലിയ സന്തോഷവാന്മാരാണ്. ഒരു മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ വളരെ കുറച്ച് സിനിമകൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് മലയാള സിനിമ പ്രേക്ഷകർ തന്നിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ചിന്തയുടെ തുടക്കം എന്ന് പറയുന്നത് സത്യത്തിൽ എന്തിന് ഇങ്ങനെ സംഭവിക്കണം, നമ്മുടെ ഇവിടുത്തെ ലീഡിംഗ് മീഡിയ പേഴ്സണാലിറ്റീസിനെ കൊണ്ടൊരു ഡിസ്കഷനിലൂടെ തുടങ്ങണമെന്ന് ചിന്തിച്ചതിന്റെ പ്രധാന കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ബ്ലസ്സിച്ചേട്ടന്റെയോ എന്റെയോ സിനിമ, ബ്ലസ്സിച്ചേട്ടനും എനിക്കും ഈ സിനിമയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലെങ്കിൽ സാമ്പത്തികം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി മലയാളികളോട് കടപ്പെട്ടിരിക്കുന്നു. അത് അവരെ തന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ ഇത് തീരുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമ സൃഷ്ടിക്കാനെടുത്ത സ്ട്രഗിൾ, ഈ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞ് കിട്ടിയ സ്വീകാര്യത, അവിടെ കൊണ്ട് ഈ കഥ തീരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ തുടക്കം, ഇനി ഇവിടെ നിന്നോട്ടുള്ള ട്രാവലിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സിനിമ എന്നുള്ളൊരു ഐഡന്റിറ്റി ഇതിനുണ്ടാവുക എന്നുള്ളതാണ്. ഈ സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇത് മലയാള സിനിമ തന്നെയാണ്. അപ്പൊ ആ ഐഡന്റിഫിക്കേഷൻ രൂപാന്തരപ്പെടുക എന്ന് പറയുന്നതാണ് ഇനിയുള്ള യാത്രയുടെ തുടക്കം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതുപോലെ വിവിധ മാധ്യമങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ലീഡിംഗ് മീഡിയ പേഴ്സണാലിറ്റീസ് ഒരു സിനിമയുടെ ഡിസ്കഷൻ ഇന്ന് ഇവിടെ വന്നതിന്റെ ഭാഗമാകേണ്ട കാര്യമില്ലല്ലോ. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി എന്നുള്ളതിൽ ഞങ്ങൾ വി ആർ ഫോർ എവർ ഒബ്ലൈജ്ഡ് ടു ഓൾ ഓഫ് യു. അപ്പൊ അത്തരമൊരു തിരിച്ചറിവ് സിനിമാ പ്രേക്ഷക സമൂഹത്തിനിടയിലും സിനിമാ വ്യവസായത്തിനിടയിലും ഉണ്ടാവുകയും ഇത് മലയാളത്തിന്റെ സിനിമ, നമ്മുടെ സിനിമ എന്നൊരു മാനിഫെസ്റ്റേഷൻ ഇവിടെ നിന്നുണ്ടായിട്ട് വേണം ഈ യാത്ര തുടങ്ങാൻ. അപ്പൊ ആ തുടക്കം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഈ മലയാള സിനിമ, നമ്മുടെ പ്രമോദ് രാമനൊക്കെ പറഞ്ഞ പോലെ, ഈ മലയാള സിനിമ ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ജീവിതവും ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ മനസ്സിലാവുക. അപ്പം നമ്മൾ കുറേ ആളുകളെങ്കിലും ഉണ്ട് കേരളവുമായിട്ട് ബന്ധമുള്ള അന്തർദേശീയ വ്യക്തിപ്രഭാവങ്ങൾ നമുക്ക് ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കെയൂർ പട്ടേൽ എന്ന് പറയുന്ന ഒരാൾ ബേസിക്കറിയാം, കേരളത്തിൽ താമസിക്കുന്നുണ്ട് ശരിക്കും. അങ്ങനെ ഇപ്പോൾ ഉള്ളത് നെടുമങ്ങാടാണ് അദ്ദേഹം ഉണ്ടാകാറുള്ളത്. കൂടുതലും സാൻ ഫ്രാൻസിസ്കോ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതെ. അപ്പോൾ അദ്ദേഹം ശരിക്കും അതെ. അപ്പോൾ ഇയാളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കെയൂർ പട്ടേൽ എന്ന് പറയുന്ന ഗുജറാത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു 10-40 സിനിമയെങ്കിലും ഓസ്കാർ എൻട്രിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഈ നമ്മുടെ 3 Idiots എന്ന് പറയുന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഒരുപാട് ഏറിയയിൽ അദ്ദേഹം കടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിലുള്ള ബന്ധം കൂടെ ഇവിടെ പറയുന്നത് എനിക്ക് വിഷമമില്ല. ഞാൻ ഈ നമ്മുടെ ഈ ചാനൽ നെറ്റ്വർക്ക് തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്ററായിട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിങ്ങിന് വന്നു. അപ്പോൾ ഇദ്ദേഹം വന്നത് എനിക്ക് ഭയങ്കര പാരയായി എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ബോർഡിൽ ഉൾപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഇദ്ദേഹം ബോർഡിൽ വന്നിരുന്നുകൊണ്ട് ഓരോ ആളിനെയും പരിചയപ്പെട്ടു. അപ്പോൾ ഭീമ ജുവലേഴ്സിൻ്റെ ഓണറായ ഗോവിന്ദൻ സാറിനോട് പുള്ളി ചോദിച്ചു, ഐ ഹാവ് സീൻ യുവർ ബോർഡ് വൈൽ കമ്മിങ് ഫ്രം ദ എയർപോർട്ട്. ഭീമ, ഇറ്റ്സ് എ ജുവലറി, ഈസ് ഇറ്റ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ജുവലറി മാൻ ഇൻ എ മീഡിയ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ഒരു നിക്ഷേപകന് അദ്ദേഹം പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയിലേക്ക് അപ്പം ഞാനിങ്ങനെ കുറിച്ച് വരച്ച് കാണിച്ചു അദ്ദേഹത്തെ. അപ്പോൾ മാത്രമല്ല ഇദ്ദേഹം വലിയൊരു കാറിൽ വന്നിറങ്ങുമെന്ന് ചോദിച്ച് സ്വീകരിക്കാൻ നിൽക്കുന്നപ്പോൾ അദ്ദേഹം ടാറ്റയുടെ ചെറിയൊരു വണ്ടിയിൽ വന്നിവിടെ ഇറങ്ങി. അപ്പോൾ ഒരുപാട് കോടികൾ കയ്യിലുള്ള ഈ മനുഷ്യൻ നെടുമങ്ങാട്ടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ തീരുമാനം വന്നതാണ്. അപ്പോഴൊന്നും അറിയത്തില്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ അന്തർദേശീയ സിനിമകൾ ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു വൈകുന്നേരം അവിടുത്തെ മുതലാളിയായ ഡോക്ടറോട് ചോദിച്ചു, ഇത് ഈ ഹോസ്പിറ്റലിൽ എൻ്റെ അന്തരീക്ഷമൊക്കെ എനിക്ക് ഇഷ്ടമായി, ഇത് വിൽക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വിചാരിച്ച് ഊതുകയാണെന്ന് വിചാരിച്ചു. അയാൾ പറഞ്ഞു, വേണേ വിൽക്കാം, നാളെ പണം റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. പിറ്റേ രാവിലെ ചെക്കുമായിട്ട് കെയൂർ പട്ടേലിയുടെ മുറി കയറിച്ചു എഴുതിയൊക്കെ കൊടുത്തു എത്രയാണെന്ന് വെച്ചു. അതാണ് ആ ഹോസ്പിറ്റലിൽ അയാൾ വാങ്ങിക്കുന്നത്. മാത്രമല്ല ഷാരൂഖ് ഖാൻ ഒരു ദിവസം ഈ കെയൂർ പട്ടേലിനെ അന്വേഷിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെടുമങ്ങാട്ടുകാർ ഞാനങ്ങനെ അന്വേഷിച്ച് കൊടുത്തത് എന്നോട് പറഞ്ഞത്, ഇന്ന് രാവിലെ ഷാരൂഖ് ഖാൻ്റെ കൂട്ടിരിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് കയറി പോയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഒറിജിനൽ ഷാരൂഖ് ഖാൻ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ മനുഷ്യന് ഈ സിനിമയെക്കുറിച്ച് വലിയ ധാരണകളുള്ളൊരു ഗുജറാത്തിയാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രൊഡ്യൂസറായ ജി സുരേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിന് അറിയാം. ചിലപ്പം ഇപ്പം ബ്ലസ്സിയെക്കുറിച്ച് പറഞ്ഞാലും അയാൾക്കറിയാം, റഹ്മാനെ കുറിച്ച് പറഞ്ഞാലും അയാൾക്കറിയാം, പൃഥ്വിരാജിനെ അയാൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എനിക്കൊന്ന് അയാളിൽ നിന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നതിനേക്കാളും അയാളെപ്പോലെ ഓസ്കാറിൽ അനുഭവ പരിചയമുള്ള ആളെ വഴി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പക്ഷേ ഇതിനൊക്കെ ചില വഴികളുണ്ടാവുമല്ലോ, നമ്മൾ കാണുന്നതിനേക്കാളും അപ്പുറത്തൊരു ലോകം ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നീങ്ങുന്ന ഒരാൾ, ഞാൻ ഈ കെയൂർ പട്ടേലിനെ ഞാൻ ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ സമൂഹത്തെ വിലയിരുത്തുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഉയരങ്ങളിലെത്തിയിട്ടുള്ള മലയാളി സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അപ്പോൾ ഇവരവിടെ ഇതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ സൗജന്യ പ്രദർശനം വയ്ക്കുക, ഈ ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സുള്ള ആൾക്കാരെ ഈ സിനിമ കാണിക്കുക. ഈ സിനിമ അന്തർദേശീയ തലത്തിൽ ഇപ്പം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും സംസാര വിഷയമായിട്ടുള്ള ഒരു സംസാര വിഷയമാക്കുക. കെയൂർ പട്ടേലിനെ പോലെ കേരളീയ ജീവിതം എന്താണെന്നും ഈ മൈഗ്രേഷൻ എന്താണെന്നും ഗൾഫ് നാടുകളിലേക്കുള്ള പ്രവാസിയുടെ യാത്ര എന്താണെന്നും ഒക്കെ മനസ്സിലാകുന്ന ഒരാളിനെ എനിക്ക് വളരെ അപൂർവമായിട്ടൊക്കെ ബ്ലസ്സി ഇപ്പോഴും ഒരു ബന്ധമൊക്കെ അദ്ദേഹത്തോടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അമേരിക്കയിലെ പല ആളുകളെയും പരിചയപ്പെടുമ്പോൾ നമ്മുടെ മലയാളത്തോട് വലിയ ആദരവ് കീപ്പ് ചെയ്യുന്ന ഒരുപാട് ഉയരങ്ങളിലെത്തിയ മലയാളികളില്ലാത്ത കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അവരെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് അവരെ അപ്രോച്ച് ചെയ്യും, ഇൻ്റർനാഷണൽ ലെവലിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കുകയും ആടുജീവിതം ഇങ്ങനെ ഒരു മലയാള സിനിമയല്ല, ഇതൊരു ഇൻ്റർനാഷണൽ സിനിമയാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമുക്ക് നമുക്ക് കൂട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ബ്ലസ്സിയും സന്തോഷവും പറയുന്ന പോലെ തന്നെ പലപ്പോഴും ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരം കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പലപ്പോഴും ചർച്ച ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതും ഒരു അവസരമായി വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. ചിലപ്പോൾ അഭിലാഷനെ കൂടെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. സിനിമ ഫെസ്റ്റിവലുകളിൽ നിന്ന് ഫെസ്റ്റിവലിലേക്ക് സഞ്ചരിച്ചാലാണോ കൂടുതൽ ഈ ഒരു വൈഡായ റേഞ്ചുകളിലേക്ക് എത്തുക, അതോ
സിനിമ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ തിയേറ്റർ വിട്ട് OTT പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയാലാണോ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നത്? അതിന്റെ ഫിക്സ്ഡ് ആയിട്ടുള്ള വഴിയില്ല, പല സാധ്യതകളുണ്ട്. ഇപ്പോ അത് ആടുജീവിതം എന്നുള്ളതല്ല, ഏതൊരു സിനിമയാണെങ്കിലും പല സാധ്യതകളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സിനിമ നാളെ ഇന്നിപ്പോ നമ്മൾ ഈ സിനിമയെ കുറിച്ച് അറിയാവുന്നത് ഇതിന്റെ മേജർ നെറ്റ്വർക്സിന്റെ ഇന്ത്യൻ ഡിവിഷൻസിനായിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ അല്ലെങ്കിൽ ആമസോൺ ഇന്ത്യ അല്ലെങ്കിൽ ഡിസ്നി ഇന്ത്യക്കായിരിക്കാം ഈ സിനിമയെ കുറിച്ച് ഇന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത്. ഇപ്പൊ അവിടെ നിന്ന് ഒരാള് ഇതൊരു ട്രൂലി ഒരു ഇന്റർനാഷണൽ സിനിമയാണ് എന്ന് പറഞ്ഞ് US-ലുള്ളവരുടെ ഹെഡിന് ഈ സിനിമ കാണിച്ചു കൊടുത്തു. അപ്പൊ അവര് പറയാണ് ഓക്കെ ഇതിനൊരു ലെജിറ്റിമേറ്റ് ചാൻസ് ഉണ്ട്, ഇതൊരു ഗ്ലോബൽ സിനിമയാകാൻ ഒരു ലെജിറ്റിമേറ്റ് ചാൻസ് ഉണ്ട്. വി കുഡ് പൊട്ടൻഷ്യലി തിങ്ക് ഓഫ് ഇതിന്റെ ഒരു ഓസ്കാർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്യാമ്പയിൻ നമ്മൾ ഹോസ്റ്റ് ചെയ്യാം. ഓഫ് കോഴ്സ് ഇതിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് കാര്യങ്ങൾ ഞങ്ങൾ ഓൺ ചെയ്യും. തുടർന്നുള്ള ഇതിന്റെ ആൻസിലറി റവന്യൂസ് അത്തരം ഇപ്പൊ ഇതിനൊരു ഓസ്കാർ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു നോമിനേഷന്റെ വക്കത്ത് വരെയൊക്കെ എത്തിയാൽ ഒരുപാട് ആൻസിലറി റവന്യൂ ചാനലുകൾ ഓപ്പൺ ചെയ്യപ്പെടും. അതെല്ലാം ഞങ്ങൾ ഓൺ ചെയ്യും എന്നൊക്കെ ഒരു കണ്ടീഷൻ അവർക്ക് വെച്ചേക്കാം. അതൊരു സാധ്യതയാണ്. സെക്കൻഡ്ലി, ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടുകയും അവിടെ നിന്നൊരു ചർച്ച ഉണ്ടാവുകയും ഒരു ടെററിസ്റ്റ് എന്ന സിനിമ ഒരു ജോൺ മാൽക്കോവിച്ച് കണ്ട പോലെ അവിടെ വെച്ച് ഒരാൾ ഇത് കാണുകയും ചെയ്ത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായേക്കാം. പക്ഷെ ഈ സാധ്യതകൾക്കൊക്കെ തന്നെ തുടക്കം എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ്. ഇപ്പോ പാരസൈറ്റ് എന്ന് പറഞ്ഞ സിനിമ അത് സൃഷ്ടിക്കപ്പെട്ട രാജ്യത്ത് അതിനെക്കുറിച്ച് ഭയങ്കരമായ ഒരു ചർച്ച ഉണ്ടാവുകയും അത് അവരുടെ ആ വർഷത്തെ ഏറ്റവും നല്ല സിനിമയാണെന്ന് അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും, ക്രൗച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ ചൈനയിൽ ഭയങ്കരമായിട്ട് ഒരു ചർച്ച ഉണ്ടാകുകയും ചെയ്തതിന്റെ ഒരു ഓഫ് ഷൂട്ട് ആയിട്ടാണ് പിന്നീട് ഇതെല്ലാം സംഭവിക്കുക. അപ്പൊ ഇതിന് തുടക്കം ഇത് തന്നെയാണ്. തുടർന്ന് ഇനി അങ്ങോട്ട് ഇതിന് പല മാർഗങ്ങളുമുണ്ട്. അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, അതിനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു. നേരത്തെ പൃഥ്വി പറഞ്ഞൊരു പോയിന്റ് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. എന്ന് വെച്ചാൽ ഈ ആടുജീവിതം പൃഥ്വിയല്ല ചെയ്യുന്നിരുന്നു എങ്കിൽ പോലും ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി പൃഥ്വിക്ക് ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പൃഥ്വി അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഗ്ലോബൽ വേദിയിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുമായിരുന്നു എന്നുള്ളത് ആ തോട്ട് പ്രോസസ്സ് ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു മനസ്സ് വരുന്നു. ഇതേ രീതിയിൽ നമ്മുടെ ഫ്രറ്റേണിറ്റിക്കകത്ത്, ഫിലിം ഫ്രറ്റേണിറ്റിക്കകത്ത് മലയാളത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി നമ്മൾ കണ്ട ഒരു ഓഡിയോ ലോഞ്ചോ അതോ സിനിമയുടെ പ്രൊമോഷനോ ഭാഗമായി നമ്മുടെ പൊന്നിയിൻ സെൽവത്തിൻ്റെ നമ്മൾ ഓർക്കുന്ന ആ ഇൻഡസ്ട്രിയിലെ ഒരുമാതിരിപ്പെട്ട ജൂനിയർ സീനിയർ വ്യത്യാസമില്ലാതെ എല്ലാ താരങ്ങളും അടിയറ പ്രവർത്തകരും വന്ന് നിരന്നു ഇതിൻ്റെ പോസിബിലിറ്റി എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ചർച്ചയുടെ ഇമ്പോർട്ടൻസ് അതിൽ ഒക്കെ ഊന്നിക്കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചും ആരായാവുന്നതാണ്. ദിസ് പോസിബിലിറ്റി എന്നുള്ള നിലയ്ക്ക് മാത്രം പരിഗണിച്ചാൽ മതി. അപ്പം പുറത്തു നിന്നുള്ള മറ്റ് എലമെൻറ്റുകളുടെ ഒക്കെ പിന്തുണയുടെ കൂടെ ഇവിടെ ഇതിനകത്ത് നിന്ന് തന്നെ ഒരു ഫോം നമ്മുടെ സിനിമ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഒരു ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് നന്നാവും എന്ന് തോന്നുന്നു. ഈ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിനുള്ളിൽ രജനീകാന്ത് സിനിമ കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അപൂർവമായി ചിലരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് സിനിമ കാണാനായിട്ട്. വലിയൊരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ടീമിനൊപ്പം ഇനി അങ്ങോട്ട് മലയാളി സമൂഹം കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ലോകമെങ്ങുമുള്ള മലയാളി പ്രവാസികൾക്ക് അവരുടെ നാട്ടിൽ, അവർ ജോലി ചെയ്യുന്ന നാട്ടിൽ അഭിമാനത്തോടെ, ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കരുത്ത് നൽകുന്ന ഒരു അവാർഡായി അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷനായി മാറാനുള്ള ഒരു ഉപകരണമായി ആടുജീവിതം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം ലോകമെങ്ങും മലയാളികൾ എത്തുന്നുണ്ട്, അവിടെയൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം മറ്റൊരു നാട്ടിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഏതൊരാളുടെയും ജീവിതം, മാനസികാവസ്ഥ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു നജീബിൻ്റേതാണ്. കാരണം അവിടെ നമുക്ക് വലിയ അധികാരാവകാശങ്ങളുള്ള ഒരു നാടല്ല അവിടെ ഒന്ന്. അവിടെ നമ്മളെ ആ നാട്ടുകാരൻ കാണുന്നത് എങ്ങനെയെന്നും അല്പം വിവാദ പരാമർശമാണെങ്കിൽ കൂടി പറയാതിരിക്കാൻ തരവില്ല, നമ്മൾ ഒരു രണ്ടാന്തരം പൗരനായിട്ട് തന്നെയാണ്. അവിടെ എപ്പോഴും സ്വന്തം നാട്ടിൽ എന്തെങ്കിലും അത്ഭുതം നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ആളുകളാണ് ഓരോ പ്രവാസി. സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോൾ നാടിനെ, ഭരണാധികാരികളെ, ഇവിടുത്തെ നേട്ടങ്ങളെ ഒക്കെ വിമർശിക്കുന്നവരാകുമ്പോൾ പോലും ഈ നാട് വിട്ടു കഴിയുമ്പോൾ എല്ലാവരുടെയും കണ്ണിങ്ങോട്ടാണ്. ഇവിടെ എന്ത് നടക്കുന്നു? ഇവിടെ ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് കുതിച്ചു ചേരുമ്പോൾ, ഇവിടെ ഒരു ഹൈസ്പീഡ് ട്രെയിൻ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒക്കെ വിദേശത്തിരുന്ന് മനസ്സുകൊണ്ട് കൈയടിക്കുന്ന ആളുകളാണ് മലയാളികൾ. ആ മലയാളിക്ക് ആ നാട്ടിൽ അഭിമാനത്തോടെ നാളെ ജീവിക്കാൻ പറ്റുന്ന
സ്വന്തം നാടിനെക്കുറിച്ച് അഭിമാനത്തോടെ, സ്വന്തം ഭാഷയെക്കുറിച്ച്, സ്വന്തം സിനിമയെക്കുറിച്ച് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒന്നായി, ഒരു മൈൽ സ്റ്റോൺ പ്രോജക്റ്റായി ഈ ആടുജീവിതം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒന്നിച്ച് അതിനുവേണ്ടി ശ്രമിക്കാം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.